ഈ വാക്കുകളിലും പൊട്ടീസുകളിലും ജാടകളിലും ഇതൊക്കെ ശരിയാണ്, സുന്നത്ത് ജമാഅത്താണ് എന്ന് മനസ്സിലാക്കി പോവുകയാണ്. യഥാർത്ഥത്തിൽ അത് അനുഭവിച്ചങ്ങ് പഠിക്കുമ്പോ നമുക്കത് വളരെ കൃത്യമായി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയും. അത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പഠിച്ചത് കൊണ്ട് ആ വിഷയം ഞങ്ങൾ ഇവിടെ ഊന്നി പറയുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞേടത്ത് നിന്നുകൊണ്ട് തന്നെ അതിനെ വിലയിരുത്തുകയും നിർത്തലാക്കുകയും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഈ സമൂഹത്തെ ഇനി കൊണ്ടുപോവുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇനി എന്തെല്ലാം പറഞ്ഞു വരും. എന്നിട്ട് അതിനുവേണ്ടി കാശ് വിരിച്ച് പിന്നെ ലാസ്റ്റ് പറയും ഞാൻ അങ്ങനെ ഒരു പള്ളി എന്നെ ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംരംഭം തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്നിടത്തേക്ക് എത്തുമ്പോ അത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വലിയ ഒരു അപകടം അല്ലെങ്കിൽ വലിയൊരു സംഭവം അത് നമുക്ക് മനസ്സിലാക്കുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആത്മീയത വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ചൂഷണത്തിനെതിരെ ഒന്നിച്ചുള്ള പോരാട്ടം നടത്തിയേ പറ്റൂ എന്ന് ഒരിക്കൽ കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ വാക്കുകൂടി പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. കൂടുതലായി പറയേണ്ട കാര്യമില്ല. എ മുതൽ Z വരെ നമ്മൾ പഠിച്ച് വ്യക്തമായി മനസ്സിലാക്കുമ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞ ദീനുണ്ടല്ലോ. ഏതാ അന്ന് പറഞ്ഞ ദീന്? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അല്ലേ? മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏത് മാർഗത്തിലാണോ ജീവിച്ചത് ആ മാർഗം എന്ന് പറയുമ്പോ അതാണ് ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിതന്മാർ ഇവിടെ കാണിച്ചു തന്ന മാർഗം. ഇത്തരം കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ അൽഹംദുലില്ലാഹ് ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തുകയും അവസാനം ഇതെല്ലാം കഴിയും, ഇതെല്ലാം അവസാനിക്കും, അവസാനം നമുക്ക് മരണം എന്ന ഒരു സംഗതി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. സംഘടനാ നേതാവ് പറഞ്ഞതല്ലേ, ഇനി ഞങ്ങൾക്ക് അങ്ങനെ തന്നെ അങ്ങ് വിഴുങ്ങ, ആഖിറത്തിൽ ഓല ഏറ്റെടുത്തോളും, അതൊന്നും പറഞ്ഞാൽ അല്ല വിടാം. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഒരാളെ നിരപരാധിയായ ഒരാളെ അയാൾക്കെതിരെ അയാളൊരു ദിക്റിയല്ലി എന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഫാത്തിയോതി എന്നതുകൊണ്ട് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിലൊക്കെ അനാവശ്യമായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ട കേസ് തന്നെയാണ്. പ്രത്യേകിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അത് ഇത്തരം ചൂഷണങ്ങളും കാര്യങ്ങളും നടത്തി പിന്നെ പൈസയൊക്കെ കിട്ടിയിട്ട് ഞാൻ അങ്ങനെ അറിയില്ല അല്ലെങ്കിൽ ഞാനതിന് ഉത്തരവാദിയല്ല എന്ന് പറയുന്ന ഈ സമ്പ്രദായം അത് മുന്നോട്ട് പോകുമെന്ന് ആരും ധരിക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും മനസ്സിലാക്കും സത്യം. ഇപ്പൊ ഞാൻ അവസാനം പറയാൻ പറ്റിയ പോയിന്റും അതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് AP വിഭാഗത്തിലെ 75% ആളുകൾ ഇത് മനസ്സിലാക്കിയവരാണ്. പിന്നെന്തോ പുറത്തു പറയാത്തത്, അത് ഓരോ കാരണങ്ങൾ നേരത്തെ മൂപ്പരുണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. അതുണ്ടാവും. ഒന്നുകിൽ എന്തെങ്കിലും ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ അതിന്റെ സെക്രട്ടറി അല്ലെങ്കിൽ ഇതിന്റെ പ്രസിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ടാവും. അവർക്ക് പറയാൻ പറ്റൂല. കാഴ്ചന് എനിക്ക് പറയാൻ താല്പര്യമുണ്ട്, എനിക്കിത് മനസ്സിലായിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എന്താ ചെയ്യാ നമ്മളെ സ്ഥാപനം അല്ലെങ്കിൽ നമ്മളത്. പക്ഷേ ഞാൻ പറയുന്നത് അതിന്റെ എല്ലാം അപ്പുറത്ത് ഈ ചൂഷണത്തിൽ നമ്മൾ കൂടി കൂട്ടുന്നാലോ മൗഇദത്ത് വഫാത്തോടെ തീരും. ആ ശരി, പറഞ്ഞതാരാ? അത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. എന്നാ ശരി, നീ ഈമാൻകാരി 5 പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞാലോ അത് കുഴപ്പമില്ല, സംഘടനയുടെ പ്രസിഡന്റ് പറഞ്ഞതല്ലേ, അത് നമ്മൾ അംഗീകരിക്കന്നെ. ഈ ഒരു കോലത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ ചിന്തിക്കണമെന്നാണ് അവരോടും എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. അത് ഓരോന്നും വെച്ച് പഠിക്കുക തന്നെ വേണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ലക്ഷ്യങ്ങളെക്കാളെല്ലാം വലിയൊരു ലക്ഷ്യം അത് ആഖിറത്തിലുള്ള വിജയമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെച്ചുകൊണ്ട് ഇത്തരം പരസ്പര വൈരുദ്ധ്യങ്ങളായ വാക്കുകളും കാര്യങ്ങളും പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കി സമൂഹത്തെ നശിപ്പിക്കുമ്പോ അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന വളരെ ശക്തമായ ഒരു ഓർമ്മയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ നമുക്ക് നമ്മുടെ കൈപിടിക്കാൻ, ആ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ നമ്മൾ നടക്കുമ്പോഴൊക്കെ ആരും വരൂല, ഒരാളും വരില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൈപിടിക്കണമെങ്കിൽ, മഹാന്മാരായ പണ്ഡിതന്മാർ നേതാക്കൾ നമ്മുടെ കൈപിടിക്കണമെങ്കിൽ സംഘടന എന്ന ഈ ദുനിയാവിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയെ അല്ലെങ്കിൽ ഈ സംവിധാനത്തെ അതൊരു വലിയ സംഭവമാക്കി
അതിനുവേണ്ടി ഏത് ദുർന്യായവും പറഞ്ഞ് സമൂഹത്തെ അരാജകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അതിനോട് സഹകരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മളും അതിന് സഹകരിച്ചു കൊടുത്ത് ആഖിറത്തിലെത്തിയാൽ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടാൽ നമ്മൾ കൂടി അതിന് മറുപടി പറയേണ്ട ഒരവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുണ്ട് വഴി എന്ന് നമ്മൾ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആത്മീയതയിലെ മേഖലയിലേക്ക് വരാൻ എന്തുണ്ട് വഴി എന്ന് ചിന്തിച്ചത്. അപ്പൊ മനസ്സിലായി, ഇനി വഴിയിൽ നിന്നാല് സംഭവം ദുനിയാവ് ഉണ്ടാവില്ല, ആഖിറം ഉണ്ടാവില്ല. കാരണം രണ്ടു പോവാണ്, പ്രത്യേകിച്ച് ആഖിറം. അതുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാതയിലേക്ക് നമ്മൾ വന്നത് എന്ന് കൃത്യമായി നമ്മളിവിടെ പറയുന്നു. അത് ഇൻഷാ അല്ലാഹ് ആർക്കും എന്ത് ഈ വിഷയത്തിൽ ഇനി സ്വന്തമായി ഈ CD കേൾക്കുന്ന എല്ലാവരോടും പറയുന്നത്, സ്വന്തമായി അറിയണമെന്ന് താല്പര്യമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോടും പറയുന്നു, നിങ്ങൾക്കും അന്വേഷിക്കാം. അന്വേഷണത്തിനുള്ള കവാടങ്ങൾ, വാതിലുകൾ ഞങ്ങൾ തുറന്നിട്ട് തരികയാണ്. അതിനുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടോ ഞങ്ങൾ തരാം. ഏത് അന്വേഷണവും നിങ്ങൾക്ക് നിഷ്പക്ഷമായി നടത്താം. നിങ്ങൾ സമസ്തയിലേക്ക് എല്ലാവരും വരണം എന്ന് ഞാനോ പറയല്ല, പക്ഷേ അവിടെ നിൽക്കണ്ട എന്ന് ഞാൻ പറയുന്നത് അത് വലിയ ഒരു അപകടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന യാഥാർത്ഥ്യമാണ്. കാരണം അത് നിങ്ങൾ തന്നെ, അപ്പുറത്തെ സഹോദരങ്ങളോടാ ഞാൻ പറയുന്നത്, നിങ്ങൾ തന്നെ ഒന്ന് ഒറ്റക്കിരുന്ന് എന്താണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞത്, ആ ക്ലിപ്പൊന്ന് കേൾക്കുക. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്താ പറഞ്ഞത് അതും കേൾക്കുക. എന്നിട്ട് സംഘടനാ തത്തക്കൂടങ്ങ് മാറ്റിവെച്ചൊന്ന് ചിന്തിക്കുക. അപ്പൊ നിങ്ങൾക്കും ബോധ്യമാവും നമ്മുടെ നേതാക്കൾ നമ്മളെ വഞ്ചിക്കുകയായിരുന്നു. ആ സത്യം തിരിച്ചറിഞ്ഞാൽ പിന്നെ അയാൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയെക്കുറിച്ച് ആലോചിക്കാം. ഇല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഇത് വളരെ കൃത്യമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ മാ അന അലൈഹി വഅസ്ഹാബി എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സമസ്തയുടെ വഴിയിൽ, മഹാന്മാരായ പണ്ഡിതന്മാരുടെ വഴിയിൽ സ്വർഗത്തിലെത്തുന്നത് വരെയുള്ള നമ്മുടെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം അല്ലാഹു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഉദ്ദേശം, ഞങ്ങൾ ഈ പറഞ്ഞതിന്റെ ലക്ഷ്യം കൃത്യമായി നീ അറിയുന്നവനാണ്. നീ സ്വീകരിക്കണം റഹ്മാനെ. വല്ല അപാകതകളും വന്നിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണം റഹ്മാനെ. അവസാനം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഉസ്താദുമാരുടെ കൂടെ, നേതാക്കളുടെ കൂടെ വിശാലമായ നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാഭാവികമായും ഒരു വിഷയത്തിൽ നമ്മൾ പ്രബന്ധം അവതരിപ്പിക്കുമ്പോൾ ആ വിഷയത്തിൽ സാധാരണ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രബന്ധം നമ്മൾ അവതരിപ്പിക്കും. ഉദാഹരണം പറയാണ്, ഇസ്തിഗാസ എന്ന വിഷയത്തിൽ നമ്മളൊരു ചർച്ച നടത്തുമ്പോൾ വഹാബികളുടെ വാദം ഇസ്തിഗാസ ശിർക്കാണ്. ആ വാദത്തിൽ അവർ പറയുന്ന തെളിവുകളും അവരുടേതായ ശൈലിയിൽ തന്നെ സമർപ്പിച്ച് പിന്നെ അതിന് നിരൂപണം കണ്ടെത്തി അതിലെന്താണ് ശരി എന്ന് അന്വേഷിക്കുന്ന ഒരു റൂട്ട് പലപ്പോഴും നമ്മൾ സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ചേളാരി വിഭാഗം സമസ്തയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പോകാൻ ഒരുങ്ങുമ്പോൾ അതിന് അതിൻ്റെതായ ന്യായങ്ങൾ എന്തെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ന് നിങ്ങളൊന്ന് പ്രസംഗിച്ച് നമുക്കതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്താമെന്ന് പറഞ്ഞപ്പോൾ അതിന് കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രസംഗം ഞാൻ നടത്തിയത്. ശേഷം അതിന്റെ അവലോകനം നടന്നിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുകയും അത് അതിൻ്റെതായ യഥാർത്ഥവും ഇതാണെന്ന് ഞങ്ങൾ തന്നെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് ആ ഭാഗം കട്ട് ചെയ്ത് പ്രഭാഷണം മാത്രം സീഡിയാക്കി പൊതുജനങ്ങൾക്ക് കൊടുത്ത് അതിനെത്രയാണ് പൈസ വാങ്ങിയത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു വലിയ ചതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ തുറന്നു പറയുകയാണ്. നമ്മൾ അനുഭവിക്കുമ്പോഴാണല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മക്ക വിജയം നടന്ന കാലത്ത് അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ മുസ്ലിമായിട്ടുണ്ട് എങ്കിലും ഇസ്ലാം വളരെ ശക്തമായി മനസ്സിൽ ഉറച്ചിട്ടില്ലായിരുന്നു. എല്ലാവരും മുസ്ലിമായപ്പോൾ ബഹുമാനപ്പെട്ടവരും ഇസ്ലാം മതം സ്വീകരിച്ചു. പക്ഷേ അവിടെ നമുക്ക് കാണാം, ഒരു പാലക്കല്ലിന്റെ മുകളിലിരുന്ന് അന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
10,000-കണക്കിന് ആളുകളുമായി ഈ മക്കയിലേക്ക് കടന്നു വന്നപ്പോ ഞാനും ഒരു വലിയ സൈന്യം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ തങ്ങളുടെ മനസ്സിൽ പറഞ്ഞിട്ടില്ല. മനസ്സിൽ ഒരു ചിന്ത നടന്നപ്പോ ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പിന്നിലൂടെ വന്ന് ഇതഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സുഫിയാൻ തങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്ന അക്കാര്യം അത് മനസ്സിലാക്കിയിട്ട് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ എന്ന് പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ബാക്കി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ഒരു സൈന്യത്തെ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ അല്ലാഹു നിങ്ങളെ നശിപ്പിക്കുമായിരുന്നു, നിന്ദനാക്കുമായിരുന്നു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനോട് ഇപ്പോൾ ഞാൻ ഉറപ്പിക്കുന്നു, അങ്ങ് തന്നെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് സംശയങ്ങളില്ല, ഇതെന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ പോലെ മുഹമ്മദ് രാമന്തരിയെ ഒഴിവാക്കണം എന്ന് വന്ധ്യരായ ഉസ്താദ് അവர்கள் എന്നോട് നിർദ്ദേശിച്ച സമയത്ത് ഞാൻ എന്റെ ബുദ്ധിമോശം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ വിവരക്കേട് കൊണ്ടോ അതിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അൽഹംദുലില്ലാഹ് ഞാൻ ഇപ്പോൾ അനുഭവിച്ച് പഠിച്ചിരിക്കുകയാണ്. ഉസ്താദ് അവരുടെ കലാമത്താവണം, അല്ലെങ്കിൽ അവിടുത്തെ മനസ്സിന് വല്ല ചെറിയൊരു വേദനയെങ്കിലും വന്നതാവണം ഇത്രയും വലിയ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായത് എന്ന് തന്നെയാണ് ഞാൻ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്. അല്ലാഹു നമ്മുടെ ഉസ്താദുമാരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുവാനാവട്ടെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള മുഴുവൻ സമയങ്ങളിലും ഉസ്താദുമാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഒന്നാമതായി നമുക്ക് പറയാനുള്ള കാര്യം, ഇത് കേൾക്കുന്ന എല്ലാവരോടും പൊതുജനങ്ങൾക്ക് നൽകാൻ വേണ്ടി പ്രസംഗിച്ച ഒരു CD അല്ലാതെ അത് വിഷയങ്ങളെ ഒന്ന് സംഗ്രഹിച്ച് ഒന്ന് വിലയിരുത്താൻ വേണ്ടി നടത്തിയ ഒരു പ്രസംഗമാണ്. അത് അതേ ശൈലിയിൽ തന്നെ ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ നടത്തുന്ന അതേ എന്നോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ നടത്തണം, എന്നാലേ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ. യഥാർത്ഥത്തിൽ പിന്നെ നമ്മളതിനെ അവലോകനം ചെയ്തിട്ടുണ്ട്, അതിന്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. വിശദീകരണം കൊടുത്തിട്ട് അതിന്റെ CD-യും ഒക്കെ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഒറ്റ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് മാത്രം വിശദീകരിക്കുകയാണ്. അത് കൃത്യമായി 5 കാരണങ്ങളായിരുന്നു അന്ന് നമ്മൾ സമസ്തയിലേക്ക് പോകുന്ന ഒരാൾ കണ്ടെത്തുന്ന 5 കാരണങ്ങൾ എന്ന രൂപത്തിൽ നമ്മൾ അവതരിപ്പിച്ചു. ഒന്നാമതായി ഈ മഹാനായ താജുൽ ഉലമ, അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യഥാർത്ഥ രൂപം ഇവിടെ നിലനിർത്താൻ വേണ്ടി സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും നേരത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച അതേ സുന്നത്തമായിട്ട് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അതാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. മഹാനായ താജുൽ ഉലമ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ, നമ്മുടെ MA ഉസ്താദ്, ചിത്താരി ഉസ്താദ്, പൊന്മ ഉസ്താദ്, മുതലായ വലി ഉസ്താദ്, ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇന്നും മുബത്തദീങ്ങളോടുള്ള ബന്ധത്തിൽ വളരെ ശക്തമായ അതിന്റെ നിലപാട് തുടരുന്നു എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇവിടെ നാം ആ CD-യിൽ പറഞ്ഞ ഒരു കാര്യം, പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സമസ്തയും കീഴ്ഘടകങ്ങളും വഹാബികളോടും ജമാഅത്തെ ഇസ്ലാമിക്കാരോടുമുള്ള ആ ഒരു ബന്ധത്തിൽ, അല്ലെങ്കിൽ തീരെ ബന്ധം പാടില്ല എന്ന് പറഞ്ഞയിടത്ത് നിന്ന് അല്പം താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു ഒന്നാമതായി അതിൽ പറഞ്ഞ കാര്യം. ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ചർച്ചയുടെ വക CD-യില്ലല്ലോ. നമ്മൾ പറഞ്ഞു, അതിൽ തന്നെ പറഞ്ഞെന്താ, ശംസുൽ ഉലമ ഇക്കേ മുഖത്തുറിയായും അന്ന് മുതലക്കുളം മൈതാനിയിൽ ബിദ്അത്തുകാരന്റെ കൂടെ ഇരുന്നു എന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഇറങ്ങിപ്പോന്നത്. അവിടെ തന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇരുന്നു എന്നതല്ല പ്രധാന പ്രശ്നം. ഇരുന്നതോടൊപ്പം 3 തലാക്ക് ഒന്നിച്ചു കഴിഞ്ഞാൽ അതിന് ഒന്നേ സംഭവിക്കൂ എന്ന് അപ്പുറത്തുനിന്ന് ആ സ്റ്റേജിൽ വെച്ച് ബിദ്അത്തുകാരനായ മൗലവി പറഞ്ഞപ്പോൾ മഹാനായ ശംസുൽ ഉലമ, വലിയ മഹാനാണ്, നമുക്കത് തർക്കമില്ല, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടത്തുന്നില്ല. ആ ശംസുൽ ഉലമ ബഹുമാനപ്പെട്ടവർ അതിനോട് പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ അത് സമ്മതിക്കുന്ന രൂപത്തിൽ ഇരുന്നു എന്നതായിരുന്നല്ലോ പ്രശ്നം. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ ബിദ്അത്തുകാരന്റെ കൂടെ ഇരുന്ന് ആ ബിദ്അത്തുകാരന്റെ വാദങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഏർപ്പാട് അത് പാടില്ല എന്ന് ഇവിടെ പഠിപ്പിക്കുന്നത് ഖമറുൽ ഉലമയും താജുൽ ഉലമകളുമാണ് എന്ന് ഏതൊരു കുട്ടിക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതിനിവിടെ ഉദ്ധരിച്ച ഒരു കാര്യം, പേരോട് ഉസ്താദ് ജിസാനോട് ഉപദേശിച്ച ആ പ്രഭാഷണത്തിൽ,
അല്ലെങ്കിൽ ഉപദേശത്തിൽ അവിടെയും ഞാനൊന്ന് പറയാം. ജിഷാനുമായുള്ള ബന്ധം പേരോട് ഉസ്താദ് നേരത്തെ ഉണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ ജിഷാനോട് ബന്ധപ്പെടുന്നത് തന്നെ പേരോട് ഉസ്താദ് എന്നോട് ഏറ്റവും സ്നേഹമുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അവിടെ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു സംഗതി, പലരും ചോദിക്കാറുണ്ട്, വെൺമള ഉസ്താദും അല്ലെങ്കിൽ ഈ പേരോട് ഉസ്താദും ഒക്കെ എന്തിനാണ് ഈ ജിഷാൻ എന്ന ഈ വ്യക്തിയോട് ഇത്ര കൂടുതൽ സംസാരിച്ചത് അല്ലെങ്കിൽ ഇത്ര ബന്ധം സ്ഥാപിച്ചത് എന്നതിന് ഒരു അടിസ്ഥാന കാരണമുണ്ട്. അതെന്താണ്? ഇയാൾ പേരോട് ഉസ്താദിന്റെ വണ്ടിയിൽ തന്നെ കയറി സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കൂടെ നടന്നത്. ഗൾഫിൽ നിന്ന് എന്നെ വിളിക്കാറുണ്ട്, ഈ പറഞ്ഞ പണ്ഡിതന്മാരെല്ലാം വിളിക്കാറുണ്ട്. ആ വിളിക്കുന്നതൊന്നും ദുന്യവിയായുള്ള ആവശ്യത്തിനോളം വിളിക്കാറില്ല. വിളിക്കുന്നത് ഇസ്തിറാഹയുടെ തെളിവ് ചോദിച്ച് അല്ലെങ്കിൽ തവസ്സുലിന്റെ തെളിവ് ചോദിച്ച് ഇങ്ങനെ പണ്ഡിതന്മാരുമായി ബന്ധം സ്ഥാപിക്കുകയും ആ ബന്ധം മുതലെടുത്തുകൊണ്ട് പിന്നീട് അവരെ വഞ്ചിക്കുകയും ചെയ്തു എന്നതാണ് അതിന്റെ ശരി. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ആ 4.5 മണിക്കൂറുള്ള ഉപദേശത്തിൽ പേരോട് ഉസ്താദിനോട് ജിഷാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അഥവാ മുബത്തദിഈങ്ങളോടുള്ള ബന്ധം അത് അവർ ഉള്ള മജ്‌ലിസിൽ നമ്മൾ പെട്ടുപോയാൽ അതൊരു ഉദാഹരണം എന്ന് പറയുന്നുണ്ട്. അപ്പോ മുബത്തദിഈങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു മുബത്തദിയായ മനുഷ്യൻ നമ്മളെ വിളിച്ചു, നമ്മൾ പോകാൻ പാടില്ല, നമ്മൾ അവരെ വിളിക്കാനും പാടില്ല. അതേ സമയത്ത് നമ്മളൊരാൾ കല്യാണത്തിന് വിളിച്ചു, അവിടെ ഒരു ഗുജറാത്തുകാരനും വന്നിട്ടുണ്ട് എന്നതുകൊണ്ട് നമ്മൾ ആ കല്യാണത്തിന് പോകാൻ പാടില്ല എന്ന് പറയേണ്ടതില്ല എന്ന ഒരു ചെറിയ ആശയം. അഥവാ ഗുജറാത്തുകാരന്റെ വാദം അംഗീകരിക്കുകയോ അവനെ സപ്പോർട്ട് ചെയ്യുകയോ അവന് വേണ്ടി അംഗീകാരം കൊടുക്കുകയോ ചെയ്യുന്ന രൂപത്തിൽ അവരോട് ഇരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ആ ഉപദേശത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. ഇത് ഞങ്ങൾ അതിന്റെ ശേഷം അവലോകനം ചെയ്തിട്ടുണ്ട്. കാരണം ആ 4.5 മണിക്കൂറുള്ള സാധനം ജിഷാൻ എന്റെ കയ്യിലാണല്ലോ തന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണ ഭാഗം നോക്കുന്ന ആർക്കും അത് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ തന്നെ അതിന് ഉദ്ധരിച്ച വേറൊരു ഭാഗം മർക്കസിൽ നടന്ന ഫത്ഹുൽ ബുഖാരി, അവിടെ വെച്ച് പേരോട് ഉസ്താദിന്റെ പ്രസംഗം. ആ പ്രസംഗത്തിലും മുബത്തദിഈങ്ങളുമായുള്ള ബന്ധം സവിസ്തരം വിശദീകരിക്കുകയും ഏറ്റവും അവസാനം ഇന്ന് നമ്മൾ കാണുന്ന വഹാബികൾ, സാധാരണ സംഘടനാ ബന്ധമുള്ള മുബത്തദിഈകൾ, അവരുടെ ബന്ധം പറഞ്ഞതിന്റെ ശേഷം വേറെ ചില സാധിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ അറിയില്ല അവർ വിചാരിതാണ്. ഏതോ ഒരു സമയത്ത് എന്തോ ചില ആശയങ്ങൾ അവരുടെ തലയിൽ കയറിയിട്ടുണ്ടാവാം. അവനോട് നമ്മുടെ കർശനമായ ബോധത്തിൽ പെരുമാറി പോയാൽ ചിലപ്പോൾ അവൻ ഉള്ളതും മനസ്സിലാക്കുന്ന ഒരവസ്ഥ അവനുണ്ടാവില്ല. അത്തരം ആളുകളെ നമ്മളിലേക്ക് അടുപ്പിച്ച് അവനെ ഉപദേശിക്കണം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ, അതാണ് ആ പ്രഭാഷണത്തിലുള്ളത്. ചുരുക്കത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ സ്ഥാപിത കാലങ്ങൾ, അതിനു മുമ്പ് നോക്കിയാൽ ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലും നമ്മുടെ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ മുബത്തദിഈങ്ങളോടുള്ള ആ ശക്തമായ കണിശമായ നമ്മുടെ ആദർശത്തിൽ ഇന്നുവരെ ഒരു വിട്ടുവീഴ്ചയും നമ്മുടെ ഉലമാക്കളിൽ നിന്നോ പണ്ഡിതന്മാരിൽ നിന്നോ ഉണ്ടായിട്ടില്ല എന്ന് ആ പ്രഭാഷണത്തിന്റെ ശേഷം തന്നെ ഞങ്ങൾ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ആ തീയതിയിൽ പറയാത്തത് കൊണ്ട് അതതിന്റെ കൂടെ എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഇവിടെ പറയുകയാണ്. അതേസമയത്ത് അവിടെ ഒരു മറുവശമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചേളാരി വിഭാഗത്തിന്റെ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പരിപാടികൾ. ഏത് പരിപാടിയിലാണ് വഹാബികളുടെ സാന്നിധ്യമില്ലാത്തത് അല്ലെങ്കിൽ മുബത്തദിഈങ്ങളുടെ സാന്നിധ്യമില്ലാത്തത്? അപ്പൊ ചുരുക്കത്തിൽ അത് ആ രൂപത്തിൽ പറഞ്ഞ ഒന്നാമത്തെ കാരണം തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ഖമറുൽ ഉലമ ഉസ്താദ് അവറുകളും താജുൽ ഉലമ സയ്യിദ് അവറുകളും നേതൃത്വം നൽകുന്ന സമസ്തയിൽ തന്നെയാണ് എന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇവിടെ രണ്ടാമത്തെ കാരണമായി നമ്മൾ പറഞ്ഞ ഒരു സംഗതി അതെന്തായിരുന്നു? ആ സീഡിയിൽ നമ്മൾ രണ്ടാമത്തെ കാരണമായി കണ്ടെത്തിയത് വാദപ്രതിവാദങ്ങളും ഖണ്ഡനങ്ങളും നമ്മുടെ ഈ സംഘടനയിൽ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കപ്പെടുകയും അത് ഒഴിവാക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്നും അതിൽ പരാമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിന് തെളിവായി ആ ജിഷാനോട് തന്നെ നടത്തിയ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പ്രസംഗത്തിൽ വളരെ കൃത്യമായി ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. സംവാദവും ഖണ്ഡനവും പാടില്ല എന്നല്ല അതിൽ പറയുന്നത്. ഹിദായത്തിൽ ഹിദായയുടെ വിഭാഗത്ത് വായിച്ച് അഥവാ അനാവശ്യമായ തർക്കങ്ങൾ, ആവശ്യമില്ലാത്ത തർക്കങ്ങൾ അതൊഴിവാക്കണം. അത് എല്ലാവർക്കും ഇവിടെ അഭിപ്രായമുള്ള ഒരു കാര്യമാണ്. അതിനിവിടെ നേരത്തെ നമ്മൾ അത് വേണമെന്ന് നമ്മുടെ ഉലമാ പറഞ്ഞിട്ടില്ല.
അതേ സമയത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, വളരെ മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന ഇ കെ ഹസൻ മുസ്ലിയാരുടെ വിയോഗ ശേഷം ഇവിടെ നടന്ന വാദപ്രതിവാദങ്ങൾ എടുത്തു നോക്കിയാൽ കോട്ടപ്പുറം സംവാദം മുതൽ പൂനൂർ സംവാദം മുതൽ എത്ര സംവാദം ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് തന്നെ നമ്മളെ നേരെ ഇരുത്തിയിട്ട് എത്രയോ സംവാദത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ ശേഷം വേറൊരു ഉസ്താദ് നടത്തിയ സംവാദങ്ങൾ മഞ്ചേശ്വരവും അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങി ധാരാളം സ്ഥലങ്ങളിൽ നമുക്കറിയാം. കോട്ടക്കൽ സംവാദം, അങ്ങനെ അതിന്റെ ശേഷം നടന്ന ഇതെല്ലാം നമ്മുടെ സംഘടനയുടെയും നമ്മുടെ പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ നടന്നത് തന്നെയാണ്. അതാർക്കും ഇവിടെ സംശയിക്കേണ്ടതില്ല. ഇത് വ്യക്തമായി ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് ഈ മുഹമ്മദ് രാമമ്പലിയും ഞങ്ങളെല്ലാം. കാരണം അതുമായി ബന്ധപ്പെട്ട് നടന്ന വാദപ്രതിവാദങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ അതൊക്കെ നമ്മുടെ സംഘടനാ ചാനലിൽ നടത്തിയ വാദപ്രതിവാദങ്ങൾ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ മസ്കത്തിൽ നടന്ന വാദപ്രതിവാദം, ആ വാദപ്രതിവാദം നടത്തുന്ന സംഘടന തന്നെയാണ്. അവിടുത്തെ ഔദ്യോഗിക സംഘടനയായ മസ്കത്ത് ICF-ന്റെ നേതൃത്വത്തിലായിരുന്നു ആ വാദപ്രതിവാദം നടന്നത്. ഞാൻ പറയുന്നത് അങ്ങനെ ആദർശ രംഗത്തെ പോരാട്ടത്തിന് ഏറ്റവും കൂടുതൽ സൗകര്യം നൽകുകയും പ്രചോദനം നൽകുകയും ചെയ്തത് നമ്മുടെ സംഘടന തന്നെയാണ്. മാത്രമല്ല നമ്മുടെ ഈ ചെറിയ അനുഭവത്തിൽ തന്നെ നമ്മുടെ പണ്ഡിതന്മാർ അതിന് നൽകിയ പ്രചോദനം എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഈ അടുത്ത് ഉവാറ്റുപുഴ സംവാദത്തിന് പോയപ്പോ ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അവറുകൾ അല്ലാഹുവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ, മഹാനായ തങ്ങളുടെ സമീപത്ത് അതിന് സമ്മതം കിട്ടാൻ വേണ്ടി നമ്മൾ ചെന്നു. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് വാദപ്രതിവാദത്തിന് പോകുന്നു, തങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ വഹാബികളോടാണോ എങ്കിൽ അത് വിജയിച്ചു, ധൈര്യമായി പോയിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെയും അവിടെ നിന്നപ്പോ പറഞ്ഞു, പോകാനല്ലോ പറഞ്ഞത്, നിന്റെ മുന്നിലും പിന്നിലും ഞാനുണ്ടാകും, ധൈര്യമായി പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ ആശീർവദിച്ച് വിട്ട നേതാവാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അവറുകൾ. മാത്രമല്ല ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, ചെറുപ്പത്തിൽ കൊണ്ടോട്ടി മുതൽ കോട്ടക്കൽ എന്ന് തുടങ്ങി ഏതൊക്കെ വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ടുണ്ടോ ആ വാദപ്രതിവാദങ്ങളിൽ മുഴുവനും നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ദുആ ചെയ്തു തന്നതും ആശീർവദിച്ചതും വലുതായ ഗുരുവര്യരാണ്. ഓരോരുത്തരെയും പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല, ഒറ്റ വാക്കും കൂടി അവിടെ പറയാം. ഈ സംഘടനയും ഈ പ്രസ്ഥാനവും ആദർശ രംഗത്ത് നൽകുന്ന ഈ വലിയ പ്രചോദനത്തിന്റെ ഒരു 10 ഭാഗം പോലും ചേരാരി സമസ്തയിൽ കാണാൻ പറ്റില്ല എന്ന് ആർക്കാണ് അറിയാൻ കഴിയാത്തത്? അവിടെ ആളില്ലാത്തതുകൊണ്ടാണോ അല്ലാഹു? ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട കമലുൽ ഉസ്താദ് അവറുകൾ ഇപ്പൊ ഈ അടുത്ത് മസ്കത്തിലേക്ക് പോകുന്നതിന്റെ 4 മണിക്കൂർ വിളിച്ചു വരുത്തിയിട്ട് ഉസ്താദ് അവറുകൾ എന്തൊക്കെ ചോദിക്കണം, എന്തൊക്കെ പറയണം, അത് കഴിഞ്ഞ് മസ്കത്ത് എയർപോർട്ടിൽ ഇറങ്ങിയതിന്റെ ശേഷം വീണ്ടും വിളിച്ചു, എല്ലാം റെഡിയായില്ലേ, ഇനി എന്തെങ്കിലും റെഡി ആവാനുണ്ടോ? അങ്ങനെ വാദപ്രതിവാദം കഴിഞ്ഞ് ഈ ഉസ്താദ് കേരളത്തിലാണുള്ളത്. ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന വാചകങ്ങൾ എനിക്കറിയാമെന്ന് നൗഷാദ് ഹസനിക്കും അറിയാം. ഞാൻ നൗഷാദ് ഹസനെയും ആ വിവരം പങ്കുവച്ചതുമാണ്. ബൈലക്സിലൂടെ ഒരുപക്ഷെ AP വിഭാഗത്തിലെ നേതാക്കൾ പോലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടുകൂടി ഞാൻ പറയുന്നു. അന്ന് രാത്രി കോഴിക്കോട്ടെ ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് നൗഷാദ് ഹസനെ കൊണ്ടുപോയി അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു വെള്ളം കുടിപ്പിച്ചു. ആ വെള്ളം കുടിപ്പിച്ചുകൊണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ആ മനുഷ്യൻ ബോധം തെളിഞ്ഞുകൊണ്ട് കണ്ണ് മിഴിച്ച് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് വൃത്തികേടുകളാണ് ആ മനുഷ്യൻ കിടന്നിരുന്ന അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ചുറ്റുഭാഗമുണ്ടായിരുന്നു. അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ. നിഷേധിക്കുകയാണെങ്കിൽ തെളിവടക്കം ഞാൻ പറയും. ബോധം തെളിഞ്ഞ് ഉണർന്നിരിക്കുന്ന നൗഷാദ് ഹസനിയുടെ അദ്ദേഹം കിടന്നിരുന്ന കട്ടിലിന്റെ ചുറ്റുഭാഗത്തും ഒട്ടേറെ വൃത്തികേടുകളാണ് ആ മനുഷ്യൻ കണ്ടത്. ആ വൃത്തികേടുകൾ മുഴുവൻ കണ്ടപ്പോ ആ നൗഷാദ് ഹസനിയെ ഡ്രസ് ധരിപ്പിച്ചുകൊണ്ട് കാറിൽ കയറ്റിയിട്ട് അദ്ദേഹത്തെ കോട്ടക്കൽ
പറഞ്ഞു, ഇതാ നിങ്ങൾ ബോധരഹിതനായി കിടന്നപ്പോൾ ഈ രീതിയിലുള്ള ഫോട്ടോകളും വിഷ്വലുകളും ഒക്കെ ഞങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ അന്ന് പ്രസംഗിച്ച ആ സീഡിക്ക് മറുപടിയായി നിങ്ങൾ പ്രസംഗിച്ചിട്ടില്ലെങ്കിൽ, തിരുത്തി പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഫോട്ടോകളും ദൃശ്യങ്ങളും ഞങ്ങൾ പുറത്തുവിടും. ആ വൃത്തികെട്ട ലതിവൈകൃതങ്ങളുടെ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് ഈ മനുഷ്യനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടാണ് ഇവർ ക്രൂരമായ ഈ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തി യൂട്യൂബിൽ പ്രദർശിപ്പിച്ചത്. സുന്നി മഹലിൽ വന്നുകൊണ്ട് ഇദ്ദേഹം 1.5 മണിക്കൂർ നടത്തിയ പ്രസംഗത്തിന്റെ ആ സീഡി നിങ്ങൾക്ക് കേൾക്കാം. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അദ്ദേഹം നിർബന്ധിതാവസ്ഥയിൽ അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് പ്രസംഗിപ്പിച്ച ആ ഭാഗവും നിങ്ങൾക്ക് കേൾക്കാം. ആ 2 പ്രസംഗവും നിങ്ങൾ കേട്ടാൽ അറിയാം, ഒരു മനുഷ്യൻ സ്വയബോധത്തോടുകൂടി പറയുന്ന, മനസ്സ് തുറന്ന് സംസാരിക്കുന്ന പ്രസംഗവും തോക്ക് ചൂണ്ടി, കത്ത് ചൂണ്ടി, മൊയ്ക്കിന് പകരം തോക്കിലേക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രസംഗത്തിന്റെ രൂപഭാവങ്ങളും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ മനസ്സും അദ്ദേഹത്തിന്റെ മുഖവും അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ ആ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലൂടെ തിരിച്ചറിയാൻ കഴിയും. അത്രയും വലിയ വൃത്തികേടുകൾ, ആ വൃത്തികേട് ഇതേപോലെ ഇരിക്കുന്ന എന്റെ പിതാവിനോളം പ്രായമുള്ള, അല്ലെങ്കിൽ എന്റെ കൊച്ചുകുട്ടിയോളം പ്രായം അത്തരത്തിലുള്ള പ്രാടിച്ചു കൂട്ടിയത് ഈ മനുഷ്യനെ ബോധനീയനാക്കിക്കൊണ്ട്, എന്നിട്ട് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തുകൊണ്ട്, അതിന്റെ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട്, നീ പ്രസംഗത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ നീ ഇനി മേലിൽ അവരുടെ വേദിയിൽ കയറിയാൽ ഇത് ഞങ്ങൾ പ്രദർശിപ്പിക്കും, ഇത് ഞങ്ങൾ പുറത്തുവിടും, അതോടുകൂടി നിനക്ക് തലപ്പാവും താടിയും വെച്ചുകൊണ്ട് ഇനി ജനങ്ങൾക്കിടയിൽ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച ഈ വിഭാഗം, നിങ്ങളാണോ സമസ്ത കേരള ജംഇയ്യത്തുൽക്കെതിരെ ക്രിമിനലിസം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്? അത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽക്കെതിരെ നിങ്ങൾ ക്രിമിനലിസം ആരോപിച്ചോ ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾക്ക് പ്രയാസമില്ല. പക്ഷേ ഇതെല്ലാം തുറന്നു പറയേണ്ടി വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൗഷാദ് അഹ്സനിയെയും കൊണ്ടുവന്ന കുഞ്ഞാടുകളുടെ ശ്രദ്ധയ്ക്ക്. പൊന്നാര കുഞ്ഞാടുകളെ, അന്നന്ന് ഊണ് തരുന്നവനെ അപ്പൻ എന്ന് വിളിക്കുന്ന ഇവനുമായി സംവാദം നടത്തി. സംവാദത്തിൽ തുമ്പില്ലാതായി കഴിഞ്ഞാൽ നാളെ ഇവൻ എന്തായിരിക്കും ഇറക്കുന്നതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. വഹാബികളുമായി സംവാദം നടത്തി എങ്ങനെ പരാജയപ്പെടാം എന്ന് ഒന്ന് കാണിക്കാനായി അവർ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചതാണ്, അല്ലാതെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പരാജയപ്പെട്ടതല്ല. പരാജയപ്പെട്ടതുപോലെ ഒരു പ്രബന്ധം എങ്ങനെ കാണിക്കാം? നാടകത്തിൽ അഭിനയിക്കലാണല്ലോ ജോലി. ഒരുത്തൻ വിളിച്ചിട്ട് അങ്ങനെ പ്രസംഗിച്ച് കാണിക്കാൻ പറയുമ്പോൾ അങ്ങനെ പ്രസംഗിച്ച് കാണിക്കല്,
ഇങ്ങനെ പ്രസംഗിച്ച് കാണിക്കാൻ പറയുമ്പോൾ ഇങ്ങനെ പ്രസംഗിച്ച് കാണിക്കല്, അത് കഴിഞ്ഞ് തുണിയില്ലാത്ത ഫോട്ടോയും വീഡിയോയും ഒക്കെ ഇവൻ വെള്ളമടിച്ച് കിറങ്ങി കഴിയുമ്പോൾ ഇവൻ എങ്ങനെയാ തുണിയില്ലാതെ രാസലീല നടത്തുന്നത്? കടന്ന് മയങ്ങി ഉറങ്ങത്തല്ലേ ഉള്ളു. അപ്പം എന്തായാലും സംഗതി കൊള്ളാം. പൊന്നാര ചങ്ങാതിമാരെ, ഇങ്ങനെയുള്ളവനെയൊക്കെ സംഭവത്തിന് കൊണ്ടുവന്നാലേ ഞങ്ങൾക്ക് കുറച്ച് അന്തസ്സും അഭിമാനവും ഒക്കെ ഉള്ളതാണ്. ഏതെങ്കിലും നായ്ക്കൾ വന്ന് നമ്മുടെ വീടിന്റെ വാതിൽക്കൽ നിന്ന് കുരച്ചാൽ അതിനോട് കുരക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ഞങ്ങൾ കല്ലെറിഞ്ഞ് ഓടിക്കുകയുള്ളൂ. അതുകൊണ്ട് വെള്ളമടിച്ച് തുണിയില്ലാതെ രാസലീല കാണിക്കുന്നവന്മാരുമായിട്ടല്ല സംഭവം നടത്തേണ്ടത്. ഏത് അന്തസ്സുള്ളവന്മാരില്ല സമസ്തയിൽ. പിന്നെ കുറച്ചെങ്കിലും മാനവും അഭിമാനവും ഒക്കെ പുറത്ത് നടിക്കുന്ന ആൾക്കാരെ കൊണ്ടുവരിക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അന്നന്ന് ഊണ് തരുന്നവൻ